ഭാരതം അമേരിക്ക വ്യാപാര കരാറിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. ദേശീയ താൽപര്യവും ജനഹിതവും മുൻനിർത്തിയാണ് കരാറെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഓരോ ഇന്ത്യക്കാരനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി പറയുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രാഹുലിന്റെ ശ്രമങ്ങൾ വിജയിക്കില്ല. ഭാരതം സമ്പദ് വ്യവസ്ഥയിൽ വളരെ വേഗം കുതിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് താൽപര്യമില്ലെന്നും പീയൂഷ് ഗോയൽ തുറന്നടിച്ചു. പ്രതിപക്ഷത്തിന്റെ സഭയിലെ പെരുമാറ്റം മൂലമാണ് കരാർ സംബന്ധിച്ച വിശദാംശങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കേണ്ടി വന്നതെന്ന് സൂചിപ്പിച്ചാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച വിശദാംശങ്ങൾ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. അമേരിക്കയുമായുള്ള മികച്ച കരാർ പ്രധാനമന്ത്രിയാണ് സാധ്യമാക്കിയത്. ട്രംപുമായുള്ള പ്രധാനമന്ത്രിയുടെ സൗഹൃദം കരാറിന് സഹായമായതായി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. प्रधानमंत्री जी ने अपने मित्रता के रखते प्रेसिडेंट ट्रंप के साथ जो उनके आत्मीय संबंध है, उसके मद्देनजर जो ट्रेड डील यूनाइटेड स्टेट्स ऑफ अमेरिका के साथ फाइनलाइज की है, 140 കോടി പൗരന്മാർക്കും നേട്ടമുണ്ടാക്കുന്നതാണ് കരാർ. കരാറിൽ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കി. വ്യാപാര കരാറിലൂടെ MSMEകൾക്ക് വൻ അവസരങ്ങൾ. വസ്ത്ര വ്യവസായം, രത്ന ആഭരണ മേഖല, ലെതർ ഉൽപ്പന്ന മേഖല, സമുദ്രോൽപ്പന്ന മേഖലയടക്കം വിവിധ മേഖലകൾക്ക് നേട്ടമുണ്ടാകും. sensitive sectors, the interests of our agriculture and our dairy sectors in full respect, opening up huge opportunities for our labor intensive sectors, export sectors in textiles, plastics, apparel, home decor, leather and footwear, gems and jewelry, organic chemicals, rubber goods, machineries, so many products, aircraft components. This is truly a deal that every Indian can be proud of. UPAയുടെ 10 വർഷത്തെ ഭരണകാലം സമ്പദ് വ്യവസ്ഥ തകർത്തു. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു. രാഹുലിന് നെഗറ്റീവ് മനോഭാവമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കില്ലെന്നും പീയൂഷ് ഗോയൽ തുറന്നടിച്ചു. രാഹുൽ ഗാന്ധി जैसे नकारात्मक सोच रखने वाले नेता देश को आज गुमराह या भ्रमित करने की कोशिश कर रहे हैं. मैं घोर निंदा करता हूं राहुल गांधी जी की. झूठ और फरेब के नाम पे वो लोगों को गुमराह करना चाहते हैं. उनका बस चले तो जिस प्रकार से यूपीए के राज में, कांग्रेस के राज में 10 वर्षों में उन्होंने भारत की अर्थव्यवस्था को ध्वस्त कर दिया था, फ्रेजाइल 5 इकोनॉमी बना दी, महंगाई से लोगों को परेशान कर दिया, विकास यात्रा ठप कर दी. ഇന്ത്യ US വ്യാപാര ബന്ധം സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നും പീയൂഷ് ഗോയൽ കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.